മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ഇന്ന് LDFന്റെ പ്രതിഷേധമുണ്ട്. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേർ ഡൽഹിയിൽ ഈ സമരത്തിനായി എത്തിയിട്ടുമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രതിഷേധം ഡൽഹിയിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. അത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള രാപ്പകൽ സമരത്തിലേക്ക് മാറുമ്പോൾ എന്തായിരിക്കും അവിടെ ഇന്ന് നടക്കാൻ പോകുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഇന്ന് വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്ക് എതിരെയാണ് LDFന്റെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിലെ ദുരന്തബാധിതർ അടക്കം 165 പേർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നാണ് പ്രഖ്യാപനം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നും നാളെയുമായി 2 ദിവസത്തെ പ്രതിഷേധ പരിപാടിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അനുവദിക്കാറില്ല. ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. 2 ദിവസത്തെ പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ രാവിലെ 10 മണിക്ക് കേരള ഹൗസിൽ നിന്നും മാർച്ച് ചെയ്ത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങുമെന്നും എവിടെയാണോ പോലീസ് തടയുന്നത് അവിടെ പ്രതിഷേധം തുടരും എന്നുമാണ് ഈ സമരസമിതി പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും 7 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രതിഷേധം. അതിൽ ഏറ്റവും പ്രധാനം ചൂരൽമല മുണ്ടക്കൈ ദുരന്ത നിവാരണ ഫണ്ടായ 2000 കോടി രൂപ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം തുടർച്ചയായി സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നും സംസ്ഥാനം മുന്നോട്ട് വെച്ച 2000 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കുക എന്നത് തന്നെയാണ് പ്രധാന ആവശ്യം. ഇതുകൂടാതെ 1972 വന നിയമം ഭേദഗതി ചെയ്യണം, വന്യജീവി പ്രശ്ന പരിഹാരത്തിന് 1000 കോടി അനുവദിക്കണം, രാത്രിയാത്രാ നിരോധനം പിൻവലിക്കണം, വയനാട് നഞ്ചങ്കോട് തലശ്ശേരി മൈസൂർ റെയിൽവേ പാത നടപ്പാക്കണം തുടങ്ങിയ മറ്റാവശ്യങ്ങളും ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഡൽഹിയിലേക്കും ഈ സമരം വ്യാപിക്കുകയാണ്. രാപ്പകൽ സമരം, അതും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് രീതിയിലാണ് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിടുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത് ബൽറാം കൂടി പറഞ്ഞു, എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെ തങ്ങുക, എന്നിട്ട് സമരം ചെയ്യുക എന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നുണ്ട് എന്ന് പറയാം.